രാജേര, എന്താ ചേച്ചി? എന്റെ ചിന്നുനെ കണ്ടോ? ഇല്ല. എന്ത് പറ്റി? ഊണ് കഴിപ്പിച്ച് ഉറക്കാൻ കിടത്തിയതാ. ഇപ്പൊ കുട്ടിയെ കാണുന്നില്ല. അവള് വല്ലയിടത്തും കളിക്കാൻ പോയി കാണും. ഇല്ല, അവിടൊക്കെ ഞാൻ അന്വേഷിച്ചു, ഒരിടത്തും കാണുന്നില്ല. ഞാൻ രേവതിയോട് ചോദിക്കും. ആ, രേവതിക്കുട്ടി, രേവതിക്കുട്ടി, രേവതിക്കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രേവതി കുഞ്ഞേ, രേവതി കുഞ്ഞേ, അവളെയും കാണുന്നില്ലല്ലോ. ഞാൻ ആ മണിക്കുട്ടിയുടെ വീട്ടിലുണ്ടോന്ന് നോക്കട്ടെ. രേവതിക്കുട്ടി, രേവതിക്കുട്ടി, ഇവളിത് എവിടെ പോയി? ഞാൻ കണ്ടു. ഒളിക്കാൻ ശ്രമിക്കണ്ട. ഇവിടെ ഇവിടെ വാ. നീ ഇത് എവിടായിരുന്നു? കയ്യിലെന്താണ്? കൈ കാണിക്ക്, കൈ കാണിക്ക്. തുറക്ക്, തുറക്കാൻ. കൺമഷി. മറ്റേ കൈ കാണിക്ക്. തുറക്കടി. എന്താ ഇത്? ചിന്നുനെ ഒരുക്കായിരുന്നു. ഒരുക്കായിരുന്നു? എന്നിട്ട് ചിന്നു എവിടെ? ആ, എവിടെയെന്ന്? എന്തോ അവിടെ. വല്ല ഗുണമുണ്ടോ ഈ കൈനോട്ടത്തിൽ? ആ ശീല വീണത് തകർത്ത് പിടിച്ച പ്രേമല്ലായിരുന്നു. ഞാൻ ഊരാൻ ശ്രമിച്ചെങ്കിലും അവള് സ്ട്രോങ് ആയിട്ട് പിടിച്ച് പിടിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ അവൾ എവിടെ? അസ്ഥി തൂങ്ങി വീട്ടിൽ തന്നെ ഉണ്ട്. പതുക്കെ പതുക്കെ പതുക്കെ. ഞാനിവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കുക. തള്ളേ, ഇവൻ ഡീസന്റാ? ആ. മണ്ണുണ്ണി ഡീസന്റാ? ഞാൻ ഡീസന്റ്. ബ്രിഗേഡിയറുടെ മോള് ഓർമ്മയുണ്ടോടാ? അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിലേ ബ്രിഗേഡിയറുടെ കയ്യിൽ നിന്ന് അതുപോലെ അബദ്ധം എല്ലാവർക്കും പറ്റൂല. അത് ശരി, ഒരബദ്ധം ആർക്കും പറ്റാം. അപ്പൊ ശോശാമ്മയുടെ കാര്യോ? അത് മറ്റൊരു അബദ്ധമല്ലേ? ഇവന്റെ ഡീസൻസിന്റെ ലിസ്റ്റ് എടുത്താ ഇന്നൊന്നും തീരില്ല. അയ്യോ, മണി 7 അല്ലയാ, നമുക്ക് പുറത്തു പോയി ഒന്നുകൂടെ സംഘടിപ്പിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ അപ്പുറത്തൊരു ഡീസന്റ് മേനെ കൊണ്ടോ. അയ്യോ, നിന്നെ പോലെ അല്ല, തള്ളേ പോലെ. അത് കറക്റ്റ്. അയാളെ കൊണ്ട് നാട്ടുകാർ പൂർത്തി മുട്ടിയിരിക്ക. നീയൊക്കെ കൂടെ ചേർന്ന് ദേവി ചെയ്ത് എന്നെ നാട്ടുകാരെ കൊണ്ട് കേറി മേയ്ക്കല്ലേ. എന്നാ പിന്നെ ഇവര് രണ്ട് വാങ്ങിച്ചു കൊടുത്തതിന്റെ ബാക്കി കാര്യം. മറ്റേ തന്നാരം പാടുന്നില്ല. വേണ്ട, നമുക്ക് മറ്റേ അടിക്കാം. ഏത്? തന്നാരും. ഇവിടെ പാടാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ വെള്ളം പാടിട്ടിട്ട് ഇപ്പോഴും പാടും. പക്ഷെ ഇന്ന് പാടുന്നില്ല. പാടും. എന്റെ പൊന്നുകളെ പാടല്ലേ. പാട്. എവിടാ ശംസു? ഇപ്പൊ വരും. ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാം. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. നിനക്ക് കാണിച്ചു കളിക്കാനറിയോ? ഇല്ല. നിനക്ക് എത്ര വയസ്സായി? 18. ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ഞാൻ 8ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഈ കളി. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ. ആയിക്കോട്ടെ. സൈനബയ്ക്ക് എന്നെ ഇഷ്ടാണോ? എനിക്കിഷ്ടാ, പക്ഷെ ഉമ്മയും ബാപ്പി അറിയുമ്പോഴാ പോകില്ലേ. എന്ത് പുകില്? നിന്റെ വാപ്പയ്ക്ക് 5 പെട്ടി ഫോറിൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്താ സംഗതി ക്ലീൻ. പെണ്ണിനെ അപ്പ പിടിച്ച് കൈ തരും. അയ്യോദേ വാപ്പ. നിന്റെ മുതലാളി വരുന്നിട്ടൊന്നും നീ പഠിക്കണ്ട. അവനെ കളി പഠിപ്പിച്ചേ ഞാനാണ് കേട്ടോ. അതാ ശംസു വന്നു. നിന്നെ കളി പഠിപ്പിക്കുന്ന നേരം കൊണ്ട് അവനായിട്ട് 4 കൈ ജാസ്തി കളിക്കാം കേട്ടോ. അയ്യോ, ഇവിടെ ഇങ്ങനെ നിക്കട്ട. പാപ്പയ്ക്ക് കൂടുതൽ സംശയം തോന്നും. സൈനോ പൊക്കോ, ഞാനിപ്പോ വരാം. ഇവനല്ലേ തിരിച്ചു പോണ്. എടാ ശംസു, ശംസ് അവിടെ നിക്കന്ന്. അല്ല, നിക്കടവിടെ. അവിടെ നിക്കാൻ. ഇവനാണ് ആളെ പറ്റിച്ചു പോവുക. അവിടെ നിക്കാനല്ലേ പറഞ്ഞോട്. അല്ല, അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ചാൽ എന്റെ ചങ്കിടിച്ച് മാറ്റും. എടാ നിക്കടവിടെ. നീ എത്ര ഓടിയാലും എന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കല്ലേ ഒന്നുമില്ല, എന്നെക്കാട്ടി എന്തിനും മുമ്പില്ലാടോ എനിക്ക്. നീ സൈക്കിൾ പോലല്ല, നീ കാറിലാണെങ്കിലും ശരി. അക്ബർ വിടുന്ന പ്രശ്നമില്ല എന്നിട്ടോ. അയ്യോ, ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരക്കാ. ഉണ്ടാവണ്ടടാ. എടാ ആളെ ചതിക്കണ്ടടാ കേട്ടോ. രക്ഷിക്കണേ, ഓടിവായോ, ഓടിവായോ. അല്ല, രക്ഷിക്കണ്ടേ. നിക്ക്, ഞാൻ കാണിച്ചുതരാം. കുറച്ച് സൈക്കിൾ സൈക്കിൾ ഇല്ല. 2 സൈക്കിൾ ഇന്ന് ഓടിച്ചേ. ആടാ, ഒരു തവണത്തേക്ക് എന്നെ വിട്ടേരാ അക്ബരക്കാ.
വിശ്വസിച്ചോ ചതിക്കുക നമുക്ക് അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ. ഡോക്ടർ സാറേ, അക്ബർക്ക് നട്ടുച്ചയ്ക്ക് പൊട്ടച്ചാരം അടിച്ച് fix ആയിപ്പോയി. ഒന്ന് ഒരു മാല ജീവൻ വേണമെങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യമായിട്ട് പോകുമ്പോ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. അന്നെ വിടുന്ന പ്രശ്നമില്ലടാ. ഓടി വരണേ. ആ ഓടി തന്നെ വരണേ ഞാൻ കേട്ടോ. Sorry അക്ബർക്ക്, sorry പറഞ്ഞാ വിടണമെന്നാ. മനുഷ്യനെ പഞ്ചിക്ക് ഓടി വരണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ആ ഒരു മനുഷ്യൻ വരാം. അല്ല ഓരോ വില കടിച്ചു വരും മനുഷ്യനെ കാത്തു കുറച്ച് ഓടി വരണേ, ഓടി വരണേ. ദാ എന്നെ കൊല്ലാൻ പോണേ. ഓറഞ്ച് ചെയ്തിട്ട് ഡാൻസ് കളിക്കണം. എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവില്ലടാ. അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അല്ല എന്റെ സൈക്കിൾ ബ്രേക്ക് പോയാൽ പഠിച്ചാൽ ബ്രേക്ക് അല്ല സൈക്കിൾ ചക്രം പോയാലോ ശരി. അല്ല സഹോദരാ, ഭ്രാന്താശുപത്രിയിൽ ചാടി വന്നിരിക്കാൻ ഒന്ന് പിടിച്ച് നിർത്തിക്കോളെ. ഓടി വരണേ, രക്ഷിക്കണേ. ഇന്ന് എന്നെ രക്ഷിച്ച് രണ്ടാലോ തരടാ. ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി. ആ ഇപ്പോഴും പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. രാജശേഖരൻ, നീ പറ. ഹലോ. ഇത് ജോസഫ്, ഹലോ. രാജു, രവി. തള്ളേ രവി. നീ എന്നെ പറ്റി പറയാറുണ്ടല്ലേ? പിന്നെ നിന്നെ പറ്റി പറയാം. കോളേജിൽ പഠിക്കുമ്പോഴുള്ള വിക്രികളെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട്. യവന്മാര് കുറച്ച് കൊനസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്നതാ. റബ്ബർ പ്രോഡക്ട്സ് അത്ര കൊണഷ്ടൊന്നും അല്ല. ഏതായാലും 3 മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മാവായിട്ടൊന്ന് കുടിക്കളയാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എടാ മണ്ണുണ്ണി തള്ളയോടാ. അതേടാ തള്ളേ. അല്ലാതെ തന്നെ ഓക്കെ. See you. See you. Okay. 1 2 3 മണ്ണുണ്ണി! നീ നിന്നെ ഇവിടെ. ആഹാ. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ. എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് കേട്ടപ്പോ മേനോൻ സാർ ചോദിച്ചൊന്ന് കൂടണ്ടേന്ന്. ഒന്ന് കൂടിക്കളയാന്ന് ഞാനും കരുതി. ആ അല്ല അക്ബർക്ക് കഴിക്കുന്നില്ലേ? ഞാനിങ്ങനെ കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ. നമുക്കിത് ഹറാമാണല്ലോ. എന്നാ ആ ഗ്ലാസും കൂടി ഇങ്ങോട്ട് എടുത്തേ. മേനോൻ ചേട്ടൻ രണ്ടെണ്ണത്തിൽ കഴിക്കണ്ട. കഴിച്ച് ഓവറായിട്ട് ഇനി രാത്രി നള്ളം ചേച്ചി എടുത്തിട്ട് ഇടിക്കാനും ഞങ്ങൾക്ക് പിടിച്ചു മാറ്റാനൊന്നും ഒരു പറ്റില്ല. ദിവസം ഇപ്പൊ അങ്ങനെ അയച്ചിട്ട് അത് ശരിയാ. ഇങ്ങനെ വെള്ളവടി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. എങ്ങനെ? വഴിയുണ്ട്. അക്ബർക്ക് അമ്മാവൻ ഒഴിച്ചു കൊടുത്തേ. അല്ലേ വേണ്ട, ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്താ ഒരു ഗൂഢാലോചന? അല്ല ഒരു കുപ്പിയുടെ മേടിക്കുന്നതിനെ പറ്റി പറയായിരുന്നു. ആ അതിപ്പോ ഏതായാലും നല്ല കാര്യം. പുയ്യാപ്പിള എങ്ങനെയുണ്ടോ? ബെസ്റ്റ് ഒന്നാം തരം പയ്യനാണല്ലേ പറയണേ. 13 ഷീറ്റ് അങ്ങോട്ട് എട്ടിട്ട് കൊടുത്താൽ 1-2 വരിക്ക് ടിക്ക് എന്നാണ് എല്ലാരും പറയുന്നത്. അവൻ വരട്ടെ. ഫസ്റ്റ് നൈറ്റ് മുതലേ ഞാനും അവനൊരു പിടി പിടിക്കൂലേ. I met a traveler who came from an Asian country. He saw a two നോ പ്രോബ്ലം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അയ്യോ നോ പ്രോബ്ലം. നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. നിങ്ങൾ എന്താ കിടന്ന് ഇങ്ങനെ ആടണേ? പിടിക്കണോ? ഓൺലി 1 പെഗ് നല്ലോണം. ഇന്ന് ശകലം ഓവറായി പോയി. അമ്മായിയേ ഇന്ന് ഒച്ചാൻ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്ന് പിടിച്ചേ, അകത്തോട്ട് കിടത്താം. നല്ല ഉറങ്ങിക്കൊള്ളു. അക്ബർ വളരെ ഡീസന്റ് മാൻ. ഡീസന്റ് മാൻ. ഓൺലി 1 പെഗ് 1 പെഗ്. അയ്യോ നോ 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 നോ. ഇമ്മക്കൊരേ നിർബന്ധം. ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. ഓളെ നിൽക്കുക അതിന് ഒപ്പന എല്ലാം വെച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു. ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ മഹാരാജാസിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു, ഇട്ടൂത്രവാരര്. അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കുറച്ച് കഥകളി ഭ്രാന്ത്. എന്തേ? ഇന്ന് കുഴപ്പമൊന്നുമില്ല. മറ്റേ കാര്യമെല്ലാം പറഞ്ഞ പോലെ. പിന്നെ അത് ഞാൻ ഏറ്റു രാജാ. ഇരിക്കുക, കഥകളിപ്പദം കേട്ടിട്ട് പോവാ. അയ്യോ കഥകളിപ്പതാണോ? കഥകളിപ്പദം എന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര ഇഷ്ടമാ. എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. ഓ എന്നാ രണ്ടുപേരും ഇരിക്കുക. വേണ്ട ഞങ്ങൾ വന്നോളാം. അപ്പോ നളചരിതൻ 2ാം ഭാഗം. ഓ. കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് ആടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ഠം തുറന്നത്. മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം
ആകൃതി കണ്ടാലതിരംഭേയം ആരാലിവൾ തൻ അധരം പേയം അടുത്തു ചെന്നിനി അനുപശ്യേയം. ഒക്കെ പോയ ലേഭ്യന്മാര് യാതൊരു കലാസ്വാദ്യത ഉള്ളവരല്ല.